ഹൈപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ HSA ഫിസിക്കൽ സയൻസ്, അപ്പോൾ മറ്റു സബ്ജക്റ്റുകളുടെയൊക്കെ HSA ഒക്കെ വിളിച്ചു കഴിഞ്ഞു, പരീക്ഷകൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ മലയാളത്തിൻ്റെയാണ് ഏറ്റവും അവസാനമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇനി വിളിക്കാനുള്ളത് HSA ഫിസിക്കൽ സയൻസ് ആണ്. അപ്പോൾ I+ ഒരു കോഴ്സ് HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്, സിലബസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സിലബസ് അനാലിസിസ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ HSA ഫിസിക്കൽ സയൻസ് പഠിക്കുമ്പോൾ 3 പാർട്ടുകളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഫ്രീഡം മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതിനുശേഷം മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 ഉണ്ട്, മൊഡ്യൂൾ 2 ഉണ്ട്, അതുപോലെ തന്നെ മൊഡ്യൂൾ 3 ഉണ്ട്. അപ്പോൾ പാർട്ട് എയിന് വീണ്ടും ഡിവിഷൻ വരികയാണ് അല്ലേ. റിനൈസൻസും അതുപോലെ ഫ്രീഡം മൂവ്മെൻറ്റും ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ B.Edന് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് വരും? ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാർട്ട് എയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ടോട്ടലി നമുക്കറിയാം 100 മാർക്കിനാണ് പരീക്ഷ. ഈ 100 മാർക്കിൻ്റെ 20 മാർക്ക് എന്ന് പറയുന്നത് പാർട്ട് എ ആണ്. അതിൽ തന്നെ 3 മൊഡ്യൂളുകളാണ്. ആദ്യത്തെ 2 മൊഡ്യൂളുകൾ ഇങ്ങനെയും മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മുടെ B.Edൻ്റെ ഭാഗങ്ങളുമാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ B.Edന് പഠിക്കുന്ന ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. വാല്യൂ ഓഫ് ടീച്ചിങ്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഓൾഡ് ആൻഡ് റിവൈസ്ഡ്, ദെൻ പെഡഗോഗിക് അനാലിസിസ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ. അങ്ങനെ B.Edന് പഠിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും പേപ്പറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. കണ്ടോ, മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് എയ്ക്കകത്ത് വരുന്നത്. കണ്ടോ, ഒത്തിരി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മോഡേൺ ടെക്നിക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രേഡിങ്, ടൂൾസ് ഓഫ് ടീച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് എയുടെ ഭാഗത്ത് വരുന്നത്. പാർട്ട് എയുടെ ഭാഗത്ത് അപ്പോൾ മിക്കവാറും PSC പരീക്ഷകളിൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 20 മാർക്ക് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ ജനറൽ നോളജും ഫ്രീഡം മൂവ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളും കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. ബാക്കി 80 മാർക്കാണ് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത്. നമ്മൾ സബ്ജക്റ്റിലേക്ക് വന്നിട്ടില്ല, അതിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ പലപ്പോഴും ആളുകൾ പഠിക്കുമ്പോൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, ഈ 20 മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ മാർക്കും അല്ലെങ്കിൽ ഒരു 0.5 മാർക്ക് പോലും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളും നമ്മുടെ കോഴ്സിൽ വളരെ സീരിയസ് ആയിട്ട് കറക്റ്റായിട്ട് ടോപ്പിക്കും അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. പാർട്ട് ബിയും അതോടൊപ്പം തന്നെ പാർട്ട് സിയുമാണുള്ളത്. പാർട്ട് ബി എന്ന് പറയുന്നത് ഫിസിക്സ് ആണ് അല്ലേ. ഫിസിക്സ് ആണ്, അതായത് 4 മൊഡ്യൂൾ ഫിസിക്സും വരുന്നുണ്ട്, 4 മൊഡ്യൂൾ കെമിസ്ട്രിയും വരുന്നുണ്ട്. കാരണം ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സുകാർക്കും പഠിക്കാം, ഫിസിക്സുകാരും എഴുതുന്നുണ്ട്, കെമിസ്ട്രിക്ക് മെയിൻ എടുത്തിട്ടുള്ള ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ 4 മൊഡ്യൂളുകളിലായിട്ട് ഫിസിക്സും അതോടൊപ്പം തന്നെ 40 മാർക്കിനായിട്ട് കെമിസ്ട്രിയിലെ ചോദ്യങ്ങളും ഉണ്ടാവും. മൊഡ്യൂള് അടുത്ത 4 എണ്ണം. അപ്പോൾ ഇതിൽ ഫിസിക്സിൻ്റെ മൊഡ്യൂളുകളെ കുറിച്ചിട്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. കാരണം ഞാൻ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റിയാണ്. കെമിസ്ട്രിയുടെ മൊഡ്യൂളുകൾ കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൻ്റെ സിലബസും കാര്യങ്ങളും എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാവും നമ്മുടെ സ്ട്രാറ്റജീസ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിലേക്ക് പോവാം. 1ാമത്തെ മൊഡ്യൂള്. അപ്പോൾ പാർട്ട് ബിയിൽ 1ാമത്തെ മൊഡ്യൂൾ 1. ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ടിക്കിൾ ഡൈനാമിക്സ്. അതിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, ന്യൂട്ടൻ്റെ തേർഡ് ലോ. അതിനുശേഷം റൊട്ടേഷണൽ ഡൈനാമിക്സ് വരുന്നുണ്ട്. റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, റിങ്ങിൻ്റെത്, ഡിസ്കിൻ്റെത്, സിലിണ്ടറിൻ്റെത്, സ്ഫിയറിൻ്റെത്, അത് ഹോളോ ആവാം, സ്പെരിക്കൽ ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് കൺസർവേഷൻ ലോസ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് എനർജി, പിന്നെ കൊളീഷൻസ്, ഇതെല്ലാം ഈ കൺസർവേഷൻ ലോവിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം നമ്മൾ വരുന്നത്, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ലീനിയർ മൊമെൻറ്റും ആംഗുലർ മൊമെൻറ്റവും എനർജി കൺസർവേഷൻ കാര്യങ്ങൾ നമ്മൾ പറയണം. അതിനുശേഷം പിന്നെ പഠിക്കേണ്ടത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്.
എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. നോക്കാം, ആണോ? അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് മെക്കാനിക്സിലെ ആദ്യത്തെ കുറേ ഭാഗങ്ങളാണ് ഈ വരുന്നത്, പാർട്ടിക്കിൾ ഡൈനാമിക്സ്. കണ്ടോ? ഇനി അതിനുശേഷം വരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അഥവാ നമ്മൾ SHM എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ട് പറയാറുണ്ട്. SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിൻ്റെ അകത്ത് തന്നെ ഡാംപ്ഡും അതുപോലെ ഫോഴ്സ്ഡ് ഓസിലേഷൻസും പഠിക്കണം. അപ്പോൾ ഇതൊരു ഭാഗമാണ്, സെപ്പറേറ്റ് തന്നെ ഒരു ഭാഗമാണിത്. അതിനുശേഷം പിന്നെ വരുന്നത് വേവ് മോഷനാണ്. എന്താണ് വേവ് മോഷൻ? എവിടം വരെ? ഡോപ്ലർ എഫക്റ്റ് വരെ. കണ്ടോ? ഡോപ്ലർ എഫക്റ്റ്. അപ്പോൾ വേവ് മോഷൻ, പ്രോഗ്രസീവ് വേവുകളെയും സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സും അതോടൊപ്പം തന്നെ ഡോപ്ലർ എഫക്റ്റും. എനിക്ക് തോന്നുന്നു മിക്കവാറും പരീക്ഷകൾ മുമ്പുള്ള ഒരു 3 ചോദ്യ പേപ്പറുകൾ നോക്കിയപ്പോൾ മിക്കവാറും കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് ന്യൂട്ടൺസ് ലോസ് എന്നായിരിക്കും ചോദിക്കേണ്ടാവുക. മറ്റ് ചോദിക്കുന്നത് എപ്പോഴും ഈ ഡോപ്ലർ എഫക്റ്റ് എന്നാണ് സാധാരണ ചോദിക്കുന്നത്. ഡോപ്ലർ എഫക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഡോപ്ലർ എഫക്റ്റ് ഏറ്റവും അവസാനം നടന്ന ഡിപ്പാർട്ട്മെന്റ് വൈസ് നടന്ന HSA ഫിസിക്കൽ സയൻസ് ഉണ്ടായിരുന്നു. അതിൽ ഡോപ്ലർ എഫക്റ്റ് എന്നാണ് ചോദ്യം വന്നത്. ഓക്കെ. പിന്നെ വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ 2 വശവും അടഞ്ഞ പൈപ്പാണോ നല്ലത്, ഒരു വശം അടഞ്ഞ പൈപ്പാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 വശം അടഞ്ഞ പൈപ്പാണോ നല്ലതെന്നുള്ള ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അതെല്ലാം വേവ് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. നമ്മൾ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. പുറകെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ പാറ്റേണുകൾ പോകുന്നത്. ദെൻ അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, മറ്റൊരു ടോപ്പിക്കിലേക്ക് കൂടി കയറുന്നുണ്ട്. ഏതാണെന്നറിയോ? ഫ്രെയിം ഓഫ് റെഫറൻസ്, അതുപോലെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇപ്പം നമുക്ക് ഈ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് +2 ലെവലിലുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ ആ ലെവലിൽ മാത്രം നിന്നാൽ പാടില്ല. ഈ SHMന്റെ ഡിഗ്രി ലെവലിലുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഡിഗ്രി ലെവലാണ് പരീക്ഷ. അപ്പോൾ ആ ലെവലിൽ നമ്മൾ പോകണം. ഇനി ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഒരു PG ലെവൽ, ഡിഗ്രി ലെവൽ വരുന്ന ടോപ്പിക്കാണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസും അതുപോലെ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടൈം ഡയലേഷൻ, അതുപോലെ ലെങ്ത് കോൺട്രാക്ഷൻ, മാസ് എക്സ്പാൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്, ക്ലാസിക്കൽ മെക്കാനിക്സ്. അതിനുശേഷം വീണ്ടും ഇലാസ്റ്റിസിറ്റിയിലേക്ക് വരികയാണ്. നമ്മൾ +2 കാണുന്ന ടോപ്പിക്കുകളാണ്. ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും. ഫ്ലൂയിഡ് ഡൈനാമിക്സ് കംപ്ലീറ്റ് പഠിക്കേണ്ടില്ലെങ്കിൽ പോലും നമുക്ക് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വിസ്കോസിറ്റി എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നു. വിസ്കോസിറ്റിയുടെ ഭാഗത്തു നിന്ന് അതുപോലെ സർഫസ് ടെൻഷൻ്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കണ്ടിരുന്നു. ദെൻ ഓൾസോ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ചിട്ടും ലെങ്ത് കോൺട്രാക്ഷൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ പോലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്യണം ഈ സിലബസിൻ്റെ അകത്തുനിന്ന് കേട്ടോ. ദെൻ നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ അകത്ത് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓക്കെ. ട്രാൻസിയൻറ്റ് കറണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി +2 ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടോ, ഒരു ചാപ്റ്ററാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു ചാപ്റ്ററാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് കണ്ടോ. ഇതെല്ലാം ഓരോ സിംഗിൾ ചാപ്റ്റേഴ്സാണ്. നമ്മൾ വിചാരിക്കും കുറച്ചോ സിലബസ് ഉള്ളൂ, ചെറിയ ചെറിയ ഹെഡിങ്ങുകളാണ്. പക്ഷേ ഈ ഓരോ ഹെഡിങ്ങുകളും ഓരോ വലിയ ചാപ്റ്ററുകളാണെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ആ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസാണ് കേട്ടോ. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ഡയ, പാര, ഫെറോ മാഗ്നറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഉള്ളത്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോണിക്സിലേക്ക് വരികയാണ്. ഇലക്ട്രോണിക്സിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം സെമി കണ്ടക്ടറുകളുടെ ആയിരുന്നു. അപ്പോൾ ആ സെമി കണ്ടക്ടറുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഭാഗങ്ങളാണ് ഡയോഡുകൾ. PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, ഇതൊക്കെ പഠിക്കണം. ട്രാൻസിസ്റ്ററുകൾ, NPN ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്ററുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആംപ്ലിഫയേഴ്സ് അല്ലേ, ട്രാൻസിസ്റ്റേഴ്സ് ആണ് ആംപ്ലിഫയർ ഉണ്ട്, പഠിക്കണം. ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഓസിലേറ്ററുകളുണ്ട്. അതെല്ലാം നമുക്കിവിടെ ഡീറ്റെയിലിംഗ് പഠിക്കണം. ഡിഗ്രി ലെവലാണ്. ദെൻ ഓൾസോ ലോജിക് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, പിന്നെ കോമ്പിനേഷൻസ്. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാവുക. അത് മാത്രമല്ല എത്ര ഗേറ്റുകൾ, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നോർ ഗേറ്റ് കിട്ടും, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കണ്ടോ. അപ്പോൾ ഇലക്ട്രോണിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. തിയറി ബേസിസ് വളരെ കമ്പാരിറ്റീവ്ലി സെമി കണ്ടക്ടറിൽ ഇലക്ട്രോണിക്സിൽ കുറവാണ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഓസിലേറ്റർ, അതുപോലെ ലോജിക് ഗേറ്റുകൾ. ഇനി നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് വരികയാണെങ്കിൽ ഒപ്റ്റിക്സിൻ്റെ ഭാഗമാണ്. ഒപ്റ്റിക്സ് കണ്ടോ. ഒപ്റ്റിക്സിൻ്റെ ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുക,
റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, അതുപോലെ ഡിസ്പേർഷൻ. ഇതെല്ലാം നമ്മൾ റേ ഒപ്റ്റിക്സിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളാണ്, റേ ഒപ്റ്റിക്സ്. ഇനി അത് കഴിഞ്ഞാലോ ഇൻ്റർഫറൻസ്, ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ അല്ലേ, ഡിഫ്രാക്ഷൻ, ഫ്രണൽ ഡിഫ്രാക്ഷൻ ഉണ്ട്, ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ഉണ്ട്. ഡിഫ്രാക്ഷൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്, ഫ്രണലും ഫ്രാൻഹോഫറും. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് അതായിരുന്നു. പിന്നെ ഇൻ്റർഫറൻസിൽ നിന്നാണ് ചോദിച്ചെങ്കിൽ യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നാണ് അവസാനം പരീക്ഷയ്ക്ക് ചോദിച്ചത്, പിടികിട്ടിയോ? അതോടൊപ്പം തന്നെ സ്കാറ്ററിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പോളറൈസേഷൻ. സ്കാറ്ററിംഗ് ഒരുപാട് ആപ്ലിക്കേഷൻസുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ ആകാശത്തിന് നീല നിറം വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പോളറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബർ ഒപ്റ്റിക്സ് ഒരു ചാപ്റ്ററാണ്. ദെൻ ഓൾസോ ലേസേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പി. ഈ ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി പഠിക്കണം, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി പഠിക്കണം, അതുപോലെ NMR MMRൻ്റെ ബേസിക്സ്. അത് നമ്മൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ ഇവിടെയും പെരിഫറൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകും. എങ്കിലും റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി, അതായത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയും IR സ്പെക്ട്രോസ്കോപ്പി, അതിന് 2 പേരുകളാണ് വീണ്ടും പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ബേസിക്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് പറയേണ്ടത്. BE ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ എനർജി ഇക്വേഷൻ എന്താണ്, സ്പെക്ട്രൽ ലൈൻ തമ്മിലുള്ള സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. ഇക്വേഷൻസുകളും തിയറിയും അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കംപ്ലീറ്റ് ഡിഗ്രി ലെവലാണ് ഈ പറയുന്ന മൊഡ്യൂൾ 3 വരുന്നത്. ഇനി മൊഡ്യൂൾ 3 അത് മാത്രമല്ല കേട്ടോ, നമുക്ക് തെർമോഡൈനാമിക്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ഈ പറയുന്ന മൊഡ്യൂളിൻ്റെ അത് വരുന്നുണ്ട്. നോക്കുക, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് അല്ലേ. ഫസ്റ്റ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കാർനോട്ട് എഞ്ചിൻ പഠിച്ചിട്ടുണ്ടാവണം, അതുപോലെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതുപോലെ ഓരോ പ്രോസസ്സുകൾ, അഡയബാറ്റിക് പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ്, ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിനുശേഷം കണ്ടക്ഷൻ, കൺവെൻഷൻ, ഡിഗ്രി ലെവല്, റേഡിയേഷൻ ആൻഡ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഇതെല്ലാം പഠിക്കണം. മാക്സ്വെൽസ് ലോയും ഉണ്ട്, കാർനോട്ട് എഞ്ചിൻ ആൻഡ് ഓൾസോ എൻട്രോപ്പി. ഈ എൻട്രോപ്പി എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നത്. എൻട്രോപ്പി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ അകത്താണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പേപ്പർ. ആ പേപ്പറിൽ എൻട്രോപ്പി എന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ അതുപോലെ തന്നെ നമുക്ക് പഠിക്കണം. കാരണം എന്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടണം എന്നുള്ളതുകൊണ്ടാട്ടോ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എൻസംബിളുകൾ, മൈക്രോ കാനോണിക്കൽ, ഗ്രാൻഡ് കാനോണിക്കൽ, കാനോണിക്കൽ, ഇങ്ങനെയുള്ള എൻസംബിളുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കണം. ദെൻ ഓൾസോ ഫേസ് സ്പേസ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് 3 പ്രധാനമായിട്ടും പറയുന്നത്. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓൾസോ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ നമ്മുടെ സിലബസിൻ്റെ അകത്തുള്ളൂ. അതിൽ ഏറ്റവും ബേസിക് ലെവലിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനുശേഷമാണ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നത്. അതിനുശേഷമാണ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഏതാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. എങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന അടുത്ത 2 കാറ്റഗറിയും ടച്ച് ചെയ്തായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇനി എങ്ങാനും കയറി ചോദിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ബോസ്-ഐൻസ്റ്റീനും ഫെർമി ഡിറാക്കും കൂടി നമ്മുടെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ദെൻ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് വരികയാണ്, 4ാമത്തെ മൊഡ്യൂൾ. ഓക്കെ, 4ാമത്തെ മൊഡ്യൂളിൻ്റെ അകത്ത് ബോർ ആറ്റം മോഡലുണ്ട്, ദെൻ വെക്റ്റർ ആറ്റം മോഡലുണ്ട്, അതുപോലെ ഹൈഡ്രജൻ സ്പെക്ട്ര. കണ്ടോ? അപ്പോൾ നമ്മുടെ അറ്റോമിക് ആൻഡ് മോളിക്കുലാറിൻ്റെ ആദ്യം വരുന്ന ഭാഗങ്ങളാണ് ശരിക്കും ഇത്. അത് വേറൊരു മൊഡ്യൂളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബോർ ആറ്റം മോഡൽ, അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സുകൾ, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ ബോർ റേഡിയസിൻ്റെ ഇക്വേഷൻ, ബോറിൻ്റെ എനർജി ലെവലിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന ഭാഗമാണ് ഇതിൻ്റെ അകത്ത് പിന്നീട് കാണുന്നത്. ന്യൂക്ലിയർ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ റേഡിയോ ആക്ടിവിറ്റി, ഫിഷനും ഫ്യൂഷനും. അത് മാത്രമല്ല കേട്ടോ, എലമെൻ്ററി പാർട്ടികളെ കുറിച്ചും പഠിക്കാനുണ്ട്. ബോസോണുകൾ, ഫെർമിയോണുകൾ, പയോൺ, കയോൺ, ഈറ്റാമെസോണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒമേഗ പാർട്ടിക്കിൾ, കൈ പാർട്ടിക്കിൾ, അതിൻ്റെ സ്പിൻ എത്രയാണ്, ആംഗുലർ മൊമെൻ്റം എത്രയാണ്, അല്ലെങ്കിൽ ബാരിയോൺ നമ്പർ എത്രയാണ്, സ്ട്രെയിഞ്ച്നെസ് എത്രയാണ്, ഹൈപ്രോണുകളുടെ സ്ട്രെയിഞ്ച്നെസ് എത്രയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിക്കിൾ ഫിസിക്സിലാണ്. നമുക്കൊരു ചെറിയ ഹെഡിങ്ങേ ഉള്ളെങ്കിൽ പോലും ഒരു കുറേ ആയിട്ടുള്ള പാർട്ടികളെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ കിട്ടുള്ളൂ. 2-3 ചോദ്യങ്ങൾ ഈ പാർട്ടിക്കിൾ ഫിസിക്സ് മാത്രം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ദെൻ അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സും എലമെൻ്ററി പാർട്ടിക്കിൾ ഫിസിക്സും. ദെൻ പിന്നെ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലേക്കാണ് വരുന്നത്. ക്രിസ്റ്റൽ സ്ട്രക്ചറുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ക്രിസ്റ്റൽ സ്ട്രക്ചറുകൾ, FCC, BCC, അതുപോലെ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ക്രിസ്റ്റൽ സിമെട്രി, ദെൻ ഓൾസോ മില്ലർ ഇൻഡിസസ് ഡിഗ്രി ലെവലാണ്. ബ്രവൈസ് ലാറ്റിസസുകൾ പഠിക്കാനുണ്ട്. ബ്രാഗ്സ് ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 2D sin θ = L λ എന്ന് പറയുന്ന ബ്രാഗ്സ് ലോ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഓൾസോ പാക്കിംഗ് ഫ്രാക്ഷൻ,
BCCക്ക് എത്രയാണ് പാക്കിംഗ് ഫ്രാക്ഷൻ, ഡയമണ്ടിന് എത്രയാണ് പാക്കിംഗ് ഫ്രാക്ഷൻ, സിമ്പിൾ ക്യൂബിക്കിന് എത്രയാണ് പാക്കിംഗ് ഫ്രാക്ഷൻ, അത് ഡെറിവേഷൻ ഉൾപ്പെടെ കറക്റ്റ് വാല്യൂ എത്രയാണെന്നൊക്കെ നമുക്ക് പഠിക്കണം. കാരണം ഇടയ്ക്ക് നിന്നൊക്കെ ഈ റേഡിയസിൻ്റെ ഇക്വേഷനൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ ഈ സ്ട്രക്ചറിൽ നിന്ന്. ദെൻ ഫൈനലി നമ്മൾ സൂപ്പർ കണ്ടക്ടറിലേക്കാണ് വരുന്നത്. അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ്. എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലേ? അപ്പോൾ TC എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ടു സൂപ്പർ കണ്ടക്ടിങ് ടെമ്പറേച്ചർ ഉണ്ട്, കൂപ്പർ പെയറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർ കണ്ടക്ടേഴ്സിലേക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. ഇക്വേഷൻസുകളും തിയറിയും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സിലുണ്ട്. അതിനുശേഷം വേവ് നേച്ചർ ഓഫ് മാറ്റർ ആണ് വരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ റീജിയനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വേവ് നേച്ചർ ഓഫ് മാറ്റർ പഠിക്കാനുണ്ട്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വേവ് മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ദെൻ ഓൾസോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇത്രയാണ് ആദ്യത്തെ 4 യൂണിറ്റിലെ ഫിസിക്സിലെ ടോപ്പിക്ക്. ഇനി ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കണ്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. മൊഡ്യൂൾ 5 എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് കെമിസ്ട്രിയാണ്, പാർട്ട് C ആണ് ഇനി ഇവിടെ നിന്നിട്ട് തുടങ്ങുന്നത്. നമ്മുടെ ഫിസിക്സിന്റെ ഭാഗങ്ങൾ ഇത്രയാണ്, ഇവിടം വരെയാണ് നമ്മുടെ ഫിസിക്സ് തീരുന്നത്. പക്ഷേ എന്താണ്, ഈ ഭാഗത്ത് നിന്നും കെമിസ്ട്രിയും ഫിസിക്സും കമ്പൈൻ ചെയ്ത് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതാവും. ഐഗൻ ഫംഗ്ഷൻ, ഐഗൻ വാല്യൂസ്, അതുപോലെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ടൈം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ ബോക്സ്, കണ്ടോ, നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻസ്, കണ്ടോ. ഇതൊക്കെ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ഫിസിക്സിലും നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. പിടികിട്ടിയോ? അപ്പോൾ അവിടെ നിന്നാണ് മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 4 മൊഡ്യൂൾ പ്യൂർലി എല്ലാം ഫിസിക്സിൻ്റെ കണ്ടന്റുകളാണ്, ഫിസിക്സിൻ്റെ ക്ലാസ്സുകളുമാണ്. അതിനുശേഷം മൊഡ്യൂൾ 5 നിന്നാണ് കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ താഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കെമിസ്ട്രിയുടെ സിലബസ് കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി പറയുന്നതായിരിക്കുമല്ലേ നല്ലത്. അപ്പോൾ കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി നിങ്ങളോട് കെമിസ്ട്രിയുടെ ബാക്കി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സിലബസും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയും. അപ്പോൾ സാധാരണ കുട്ടികളോട് ചോദിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം ഫിസിക്സ് മെയിൻ എടുത്തിട്ടുള്ള ആളുകളുണ്ടാവും, അതുപോലെ കെമിസ്ട്രി മെയിൻ എടുത്തിട്ടുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ ഫിസിക്സ് മെയിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഫിസിക്സ് വളരെ ഈസി ആയിരിക്കും. ഈസി അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ശരിയാക്കാം. ഇനി കെമിസ്ട്രി മെയിൻ എടുത്തിട്ടുള്ള ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് ഫിസിക്സ് കുറച്ച് പാടായിരിക്കും അല്ലേ. അപ്പോൾ കെമിസ്ട്രി അവർ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 ആളുകളും കൂടി ചേർന്നാണ് നമ്മൾ ഈ HSA ഫിസിക്കൽ സയൻസ് എന്ന പരീക്ഷയ്ക്ക് പോകുന്നത്. ശരിയല്ലേ? ഇനി വേറെയും ചില ആളുകളുണ്ട്. എങ്ങനെയെന്ന് അറിയും? ഇപ്പോൾ ഫിസിക്സ് മെയിൻ എടുത്തിട്ടുള്ള ആളുകൾ ചില കോളേജുകളിൽ കെമിസ്ട്രി സബ് ഉണ്ടാവില്ല. അവർക്ക് ഇലക്ട്രോണിക്സ് സബ് വരാം, സ്റ്റാറ്റിസ്റ്റിക്സ് സബ് വരാം, ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചില ആൾക്ക് കമ്പ്യൂട്ടർ സബ് വരാനുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കെമിസ്ട്രി +2 ലെവൽ കൊണ്ട് നിർത്തിയിട്ടുള്ള ആളുകളായിരിക്കാം. പിടികിട്ടിയോ? അപ്പോൾ അവരും പേടിക്കേണ്ട ആവശ്യമില്ല. ക്വാളിഫിക്കേഷൻസ് എഴുതാൻ പറ്റുന്ന എല്ലാ ആളുകൾക്കും അതാത് രീതിയിൽ, അതായത് നിങ്ങളൊരു സബ്ജക്റ്റിൽ വീക്ക് ആണെങ്കിൽ ആ സബ്ജക്റ്റ് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. ഫിസിക്സ് അറിയാത്ത ആളുകൾക്ക് ഫിസിക്സ് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് എത്തിച്ചേരും. കെമിസ്ട്രിയുടെ സിലബസ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ പാടുള്ള ആളുകളെ ആ രീതിയിൽ 1 to 1 ആയിട്ട് നമുക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഫാക്കൽറ്റികളോട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കാം. പിടികിട്ടിയോ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യും. നമുക്കറിയാം ഈ ഒരു ബുദ്ധിമുട്ട്, കാരണം 2 സബ്ജക്റ്റിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് വീക്ക് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ 20 മാർക്ക് ജനറലാണ്. ആ ജനറൽ നന്നായിട്ട് പഠിക്കണം. അതിപ്പോൾ എല്ലാ ആളുകൾക്കും പഠിക്കാൻ പറ്റും. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ പോലും ആളുകൾ അതിലേക്ക് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ നമ്മൾ കോഴ്സുകൾ തരുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെയുള്ള എക്സ്പേർട്ടുകളെ കൊണ്ട് ക്ലാസ്സുകൾ എടുപ്പിച്ചിട്ട് തരുന്നത്. ഇനി പാർട്ട് ബിയിൽ വന്നാൽ ഫിസിക്സിൻ്റെ എക്സ്പേർട്ട് അതിൻ്റേതായ ക്ലാസ്സുകൾ ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഫിസിക്സ് പഠിക്കാത്ത ആളുകൾ എല്ലാവരും പഠിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്, എങ്കിലും അതിലൊന്നും പുറകെ നിൽക്കുന്ന ആളുകളെ പോലും കൺസിഡർ ചെയ്താണ് ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത്. ഇനി ഡിഗ്രി ലെവലിൽ സബ് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ല എന്നൊരു പേടി വേണ്ട, ഇല്ല പഠിച്ചിട്ടില്ലാത്തതുള്ള ബുദ്ധിമുട്ടിലുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. ആ രീതിയിൽ തന്നെയായിരിക്കും കെമിസ്ട്രി ക്ലാസ്സുകൾ നമ്മുടെ ഫാക്കൽറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കെമിസ്ട്രി സിലബസ് കെമിസ്ട്രി ടീച്ചർ പുറകെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.